ഈ ദയ സുജിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായങ്ങളൊക്കെ എന്താണ്? അതിന് ഷെഫീന ബീവി എതിർത്ത് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഈ ദയ സുജിത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഷെഫീന ബീവി പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അപാകത തോന്നിയത് എന്താ വെച്ചാൽ പ്രസന്റേഷനിൽ സ്വല്പം ഒരു അപാകത വന്നിട്ടുണ്ട്. കാരണം അത്തരം മോശപ്പെട്ട ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരിക്കലും പറയരുത്. ഏത് ഡ്രസ്സ് ധരിക്കുവാൻ വേണമെങ്കിലും അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും നമുക്കൊരു കുറച്ചൊരു മാന്യത കാട്ടിക്കൊണ്ടുള്ള ഡ്രസ്സ് വേണ്ടേ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരുന്നത്? അത്തരത്തിലുള്ള ഒരു മഞ്ജുപിള്ളയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. മഞ്ജുപിള്ള പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഷെഫീന ബീവി പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറായി നിൽക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മഞ്ജുപിള്ളയുടെ മകൾ. വളരെ വിവാദങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന മഞ്ജുപിള്ളയുടെ മകൾ ദയാ സുജിത്തിൻ്റെ കുറേ വീഡിയോകളുടെ വിമർശനാത്മകമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം വൃത്തികെട്ട ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് എതിരായിട്ട് നമ്മൾ ഷെഫീന ബീവി കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ സമൂഹത്തിലേക്ക് ഇവർ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? സമൂഹത്തിലെ കുട്ടികൾ, അതായത് 17-18 വയസ്സ് പ്രായം എത്തി നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ അടങ്ങുന്ന സമൂഹത്തിലേക്കാണ് ഇത്തരം തരംതാണ വീഡിയോകൾ, തരംതാണ പോസ്റ്റ്, വൃത്തികെട്ട ഫോട്ടോ, അതായത് വളരെ മോശമായ ഡ്രസ്സാണ് ഈ ദയാ സുജിത്ത് ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഷെഫീന പറഞ്ഞത്. ഈ ദയാ സുജിത്തിന് എതിരായി ഷെഫീന ബീവി നീങ്ങി എന്നുള്ള തരത്തിലുള്ള വാക്കുകളാണ് ഈ ദയാ സുജിത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദയാ സുജിത്തിൻ്റെ വൃത്തികെട്ട ഫോട്ടോകൾ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് അവനവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുവാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും അതുപോലെ സ്വാതന്ത്ര്യത്തോടു കൂടി അഭിപ്രായങ്ങൾ പറയുവാനുമുള്ള രാജ്യത്താണ്, അല്ലെങ്കിൽ അതേ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ എതിരഭിപ്രായമുള്ള കാര്യങ്ങൾ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ദയാ സുജിത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന കോപ്രായങ്ങളൊക്കെ എന്താണ്? അതിന് ഷെഫീന ബീവി എതിർത്ത് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യമാണ് ഈ ദയാ സുജിത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ഡ്രസ്സിൽ മാന്യത പാലിക്കണം എന്ന് പറഞ്ഞത് വളരെ കുറ്റമായി പോയോ? അതിൽ നിന്ന് എന്താണ് നിനക്ക് മനസ്സിലാകുന്നത്? എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ന്യൂ ജനറേഷൻ എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ 2026 എല്ലാവരും തന്നെ ജീവിക്കുന്നത്. ഈ 2026 ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുണ്ട്. ആ കുഞ്ഞുങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു 8 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം? ഇതാണ് ലോകമെന്ന് മനസ്സിലാക്കണോ? ഇതാണ് സോഷ്യൽ മീഡിയയ്ക്ക് കിടന്ന് എന്ത് വേണേലും കാണിക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നിഷ്കർഷിച്ചിട്ടുള്ള ഒരു പരിധിയുണ്ട്. ഏതിനും അധികമായാൽ അമൃതം വിഷം എന്നുള്ള ഒരു ചൊല്ല് മോള് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരവാദമാണ്. അതായത് നമുക്ക് ഒരു ഏരിയ ഉണ്ട്, അതിൽ കവിഞ്ഞ് നമ്മൾ അതിനപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. അതിനെതിരായിട്ടാണ് ഷെഫീന ബീവിയും ഒരുപാട് ആൾക്കാരും, ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രയോ പേരാണ് ഇതിൽ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ യൂട്യൂബേഴ്സിനെതിരായിട്ട് പൊങ്കാലയിട്ടുകൊണ്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് അറിയാമോ? അത് ഞാൻ സെർച്ച് ചെയ്തു. അതായത് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, അതായത് ന്യൂ ജനറേഷനിലുള്ള കുട്ടികൾ കുറച്ച് മോഡേൺ ഡ്രസ്സ് ധരിച്ചു എന്ന് വിചാരിച്ചാൽ അതൊന്നും വലിയ കാര്യമല്ല. അതായത് ഈ വേഷവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ അവനവൻ ഇഷ്ടമുള്ള ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ പോലും അത് സോഷ്യൽ മീഡിയയിലാണ്, മറ്റുള്ള ജനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ കാണും, സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും. പക്ഷേ ഇഷ്ടമില്ലാത്ത മീൻസ് അതായത് നമുക്കൊരു ഇതിനൊക്കെ ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് മോളെ. അതൊന്നും അറിയാതെയാണോ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രചരിപ്പിക്കുന്നത്? ഇതൊക്കെ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അത് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് ഒരാൾ അത് പറഞ്ഞു തന്നാൽ അതെന്താണ് മനസ്സിലാകാത്തത്? ന്യൂ ജനറേഷനുള്ള കുട്ടികളാണ്, ഇനിയും ജനിക്കുന്ന കുട്ടികളും ന്യൂ ജനറേഷനല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളല്ല ഇത്രയും കോപ്രായങ്ങളാണോ കാണിക്കേണ്ടത്? അപ്പോൾ ഷെഫീന ബീവി ഈ ദയാ സുജിത്തിനെതിരായിട്ട് പറഞ്ഞിരിക്കുന്ന വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം സത്യമാണ്. ഷെഫീന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷെങ്കിൽ ഒരു അപാകത ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഷെഫീന പറഞ്ഞ പ്രസന്റേഷനിലെ ഈ വിഷയം ശരി തന്നെയാണ്, സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. കാരണം നമ്മളെല്ലാവരും സപ്പോർട്ട് ഷെഫീന ബീവി ചെയ്യുന്നുണ്ട്. കാരണം ഷെഫീന ബീവി പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അപാകത തോന്നിയത് എന്താ വെച്ചാൽ പ്രസന്റേഷനിൽ സ്വല്പം ഒരു അപാകത വന്നിട്ടുണ്ട്. കാരണം അത്തരം മോശപ്പെട്ട ഡയലോഗുകൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരിക്കലും പറയരുത്. കാരണം ആ കുട്ടി എന്ത് കാണിച്ചാലും, ആ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അറിയില്ലാതെയാണെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ പേര് കൊടുത്തുകൊണ്ടാണ് കുറച്ച് ഇംഗ്ലീഷ് ഡയലോഗുകളൊക്കെ പറഞ്ഞതെന്നും ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ന്യായീകരിച്ചുകൊണ്ടല്ല ആ കുട്ടിയെ ഒരിക്കലും സപ്പോർട്ടും ചെയ്തില്ല. കാരണം ആ കുട്ടി ചെയ്തത് വളരെ മോശപ്പെട്ട വീഡിയോകളാണ്, വളരെ മോശപ്പെട്ട ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നിന്നുകൊണ്ടുള്ള പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഇത് മോശപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ ഷെഫീന ബീവി പറഞ്ഞ കാര്യങ്ങൾ
കുറച്ച് പ്രസന്റേഷനിൽ വന്ന കുറച്ച് അപാകത വന്നിട്ടുണ്ട്. കാരണം ചേർക്കേണ്ടാത്ത ഡയലോഗുകൾ അവിടെ ചേർത്തു. അത് മോശമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ട്. ന്യൂ ജനറേഷനിൽ ജനിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പോൾ 16 വയസ്സുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 22 വയസ്സുള്ള കുട്ടികളൊക്കെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആ ന്യായം എന്താണ്? അത് നിങ്ങൾക്ക് ന്യൂ ജനറേഷൻ ആണെങ്കിൽ ന്യൂ ജനറേഷനിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ സംസാരിച്ചോളൂ, അല്ലെങ്കിൽ എന്താണ് അത്തരത്തിലുള്ള ഒന്നിനും ആരും ഒന്നും എതിര് പറയുന്നില്ല. പക്ഷേ എതിര് പറയുന്നത് ഈ മാതൃകാപരമായിട്ട് നടക്കേണ്ട ആളുകൾ തന്നെ ഇതുപോലെയുള്ള കൊച്ചുകുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് വളരെ മോശമായ ഡ്രസ്സ് ധരിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, ഏത് ഡ്രസ്സ് ധരിക്കുവാൻ വേണമെങ്കിലും അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എങ്കിലും നമുക്കൊരു കുറച്ചൊരു മാന്യത കാട്ടിക്കൊണ്ടുള്ള ഡ്രസ്സ് വേണ്ടേ സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വരുന്നത്? അത്തരത്തിലുള്ള ഒരു മഞ്ജുപിള്ളയ്ക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. മഞ്ജുപിള്ള പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ഷെബീന ബീവി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം മഞ്ജുപിള്ള എന്തുകൊണ്ടാണ് ഇതിന് കുട്ടിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള വിവരം നമുക്കൊന്നും അതിനകത്ത് പിടികിട്ടുന്നില്ല. കാര്യം എന്താണെന്നുള്ള വിവരം പിടികിട്ടുന്നില്ല. പക്ഷേ ഒരു മിഥ്യാധാരണയുണ്ട്, ഇത് ന്യൂ ജനറേഷൻ അല്ലേ, ഇത്തരത്തിലുള്ള എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ഇടും, അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ മ്ലേച്ഛകരമായിട്ട് വളരെ തരംതാണ ചിന്താഗതിയിലൂടെയാണ് മഞ്ജുപിള്ള തന്നെ ഇത് കടന്നു പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ദയ്ക്ക് അനുകൂലമായിട്ട് കുറച്ച് സപ്പോർട്ടുകാർ വന്നിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ഈ ഇൻസ്റ്റഗ്രാമിലുള്ള, അത് അവിടെ ഇൻസ്റ്റഗ്രാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറുപ്പക്കാരായ കുട്ടികളാണ് അവിടെ കൂടുതലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതാണ് വലിയ ഒരു കാര്യം എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഈ കുട്ടികളിലേക്ക് കൊടുക്കുവാൻ ഈ ദയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഇത് ഇൻസ്റ്റഗ്രാമിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നമുക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാകുന്നത്. 98% ആൾക്കാരും ദയ്ക്ക് അനുകൂലമായിട്ട് ആണ്. ഷെബീന ബീവിക്ക് എതിരായിട്ടാണ് ബാക്കി 2% ആൾക്കാർ മാത്രമേ ഈ ഷെബീന ബീവിക്ക് അനുകൂലമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും മുഴുവൻ 100% ആൾക്കാരും ഷെബീന ബീവിക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഈ ദയാ സുജിത്ത് ഈ പറയുന്നതിലൊന്നും ഒട്ടും കഴമ്പില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതായത് ഈ മഞ്ജുപിള്ള പോലുള്ള സെലിബ്രിറ്റീസ്, ഈ സെലിബ്രിറ്റീസിന് എന്താണ് പ്രത്യേകത? സെലിബ്രിറ്റീസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? സാധാരണ ജനങ്ങളെ പോലെ തന്നെയല്ലേ സെലിബ്രിറ്റീസ് ആണ് എന്തും കാണിക്കാം എന്ന് വിചാരിക്കരുത് മോളെ. സെലിബ്രിറ്റീസ് ആണ് എന്ത് വേഷവും ധരിച്ചാൽ എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള ആ ഒരു തൻ്റെ മനോഭാവം ഒരിക്കലും ശരിയല്ല എന്നുള്ളത് കാലം തെളിയിച്ചു തരും. അപ്പോൾ അങ്ങനെ ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ കാലം തെളിയിച്ചിട്ടുണ്ട്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഒരുവിധം മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. മഞ്ജുപിള്ളയ്ക്കും മനസ്സിലാകുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇനിയുള്ള ആൾക്കാർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാകുന്ന ജനറേഷൻ തന്നെയാണ്. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ആർക്ക് കൊള്ളാം, നിങ്ങൾക്ക് തന്നെ കൊള്ളാം. അത് വിമർശിച്ചവരെ കുറ്റം പറയുന്നത് ശരിയല്ല, വിമർശിച്ചവരെ അല്ല കുറ്റം പറയുന്നത്. ഷെബീന ബീവിയെ ഞാൻ പറഞ്ഞല്ലോ, ഷെബീന ബീവി പ്രസന്റേഷൻ ചെയ്തപ്പോൾ, ഇതിനെ പ്രസന്റ് ചെയ്തപ്പോൾ കുറച്ച് വാക്കുകൾ അമിതമായിട്ട്, അതായത് ഓവറായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം. കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയത്ത് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആരാണെങ്കിലും നമുക്ക് ഒരു നിഷ്പക്ഷമാണ്. നമുക്ക് ആരുടെയും ഭാഗത്ത് ന്യായമോ അന്യായമോ അതല്ല. അതായത് ഒരുവിധം ന്യായം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അത് മനസ്സിലാകുന്ന ജനറേഷൻ തന്നെയാണ്. ന്യൂ ജനറേഷൻ ആണെങ്കിലും ഓൾഡ് ജനറേഷൻ ആണെങ്കിലും എല്ലാം ഇത്തരത്തിൽ തന്നെ കടന്നു പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.